തിരുമല അനിലിൽ തുടങ്ങി BJP എന്ന കൊലയാളി സംഘടന ജീവനെടുത്ത മനുഷ്യരെല്ലാം അവസാന നിമിഷവും വിലപിച്ചത് ഒരു RSSകാരനായി പ്രവർത്തിച്ചതിൽ മാത്രമായിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ചിലതുണ്ട്. BJP സ്വീകാര്യത കിട്ടാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന്. 1. കാപ്പ കേസ് പ്രതിയാവണം. 2. മാഫിയകളുമായി അവിഹിത ബന്ധമുണ്ടാകണം. 3. മുന്നും പിന്നും നോക്കാതെ മണ്ടത്തരം പറയുന്ന ഒരു നിർഗുണ പരബ്രഹ്മമായിരിക്കണം. കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്ത ശേഷം ഇങ്ങനൊരാൾ BJP പ്രവർത്തകനേ അല്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ആത്മഹത്യ ചെയ്ത ആനന്ദിന് മാനസിക വിഭ്രാന്തിയാണെന്നാണ് B. ഗോപാലകൃഷ്ണന്റെ കണ്ടെത്തൽ. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. ഇത് ദുഷ്ടത്തരമൊന്നുമല്ല, അതിലും കൂടിയ പുതിയ വിശേഷണം എന്തേലും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കുടില ബുദ്ധിയുള്ള, നശീകരണ ശേഷിയുള്ള, ശകുനിയുടെ വൈഭവ പാടവം കൈമുതലായിട്ടുള്ള മൃഗമെന്ന് പറയാൻ പോലും സാധിക്കാത്ത വിധമുള്ളവരാണ് RSSന്റെയും BJPയുടെയും പ്രവർത്തകർ. പറ്റുമെങ്കിൽ ഡേഞ്ചർ അഹെഡ് എന്നൊരു ബോർഡ് BJP ആസ്ഥാനങ്ങളുടെ മുന്നിൽ സ്ഥാപിക്കുന്ന നന്നാവും. അല്ലെങ്കിൽ RSSകാരുണ്ട് സൂക്ഷിക്കുക എന്നുള്ളതായാലും മതി. അറിയാതെ പോലും മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ആ വഴി പോകാതെ ഇരിക്കാലോ.